ശ്രീമതി രാജീവ് ചന്ദ്ര അവരുടെ കഥകൾ നമ്മളെല്ലാവരും കേട്ടു. നമ്മുടെ സർക്കാരിന് ജനങ്ങൾ അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കൊടിയ പീഡനത്തിനിരയായ ഒരു സ്ത്രീയാണ് ശ്രീമതി രാജീവ് ചന്ദ്ര. പാർട്ടി വിട്ടുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ പീഡനത്തിന് ഇരയാക്കി മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാക്കണം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങളാണ്. നമ്മുടെ അധികാരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അധികാരം നൽകുമ്പോൾ ചെയ്യുന്ന പീഡനങ്ങളുടെ കഥകളാണ്. രാജീവ് ചന്ദ്രൻ എന്ന വീരാംഗന എന്ന പദത്തിന് വീരാംഗന എന്ന കവിയെ കുറിച്ചൊക്കെ പറയാനുള്ളതുപോലെ തന്നെ അവർക്ക് ആ പദം അനർത്ഥമായിട്ടുള്ളതാണ്, അവർക്ക് അർഹതയുള്ളതാണ്. LLB-കാരിയായിട്ടുള്ള സ്ത്രീ സാമൂഹിക സേവന രംഗത്ത് എന്നെപ്പോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹിളാ ഫെഡറേഷൻ, ജനാധിപത്യ മഹിളാ ഫെഡറേഷൻ, അതിലെ ഒരു സജീവ പ്രവർത്തകയായി കോട്ടയത്ത് രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നു. അതിന് മുമ്പ് ഒരു അധ്യാപികയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻ മാപ്പിള എന്ന മുടിചൂടാ മനോരമയുടെയും അതിൻ്റെ സമസ്ത പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു അവർ. ഞാനിത് പറയുന്നത് അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതൊരു സ്വയംഭരണത്തിനായി പോകുമല്ലോ എന്നുള്ളതാണ്. അവർക്കെതിരെ കടന്നാക്രമണങ്ങൾ പിന്നെ ഉണ്ടാവുക. കേസിൽ രാജീവ് ചന്ദ്രൻ വിജയിച്ചു, അതൊരു വലിയ പോരായ്മയായി അവർക്ക് തോന്നി. അങ്ങനെ നഷ്ടപരിഹാരം വാങ്ങിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീമതി രാജീവ് ചന്ദ്രനും കുടുംബവും ഏകമകൾ IAS എഴുതിയിടയ്ക്ക് എഴുതാൻ സമ്മതിച്ചില്ല. തലേ ദിവസം ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രാദേശിക നേതാക്കൾ ആ വീട് പറഞ്ഞ കുട്ടിയെ പഠിപ്പിക്കാനോ അത് IAS എഴുതാൻ പോലും സമ്മതിച്ചില്ല. അത്ര നികഷ്ടമായ ഒരു സമീപനം രാജ്യത്തിന് ഒരു ഒന്നാം തരം IAS ഓഫീസറെ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുത്തി ആരെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അതാണ് രാജീവ് ചന്ദ്രനെ തുടർന്ന് വേട്ടയാടുക. അനവധി കേസുകൾ ഭരണകൂടത്തിൽ മുന്നിലുണ്ട്. കുറ്റവും ചെയ്തില്ലെങ്കിൽ പോലും രാജീവ് ചന്ദ്രനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ധൈര്യം തന്നെ ഉപദ്രവിക്കണമെന്നുള്ള ഇതിന്റെ ശബ്ദമാണ്. എന്താ കാരണം? അവർ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലാത്ത സാമൂഹിക വിരുദ്ധന്മാരും സ്ത്രീകളെ കടന്നാക്രമിക്കുമ്പോൾ, അവരെ വേട്ടയാടുമ്പോൾ, നീതിപാലകന്മാരുടെ കുപ്പായം ഇട്ടുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ തണലിൽ നിരന്തരം കേസുകളിൽ കള്ളക്കേസുകൾ കൊടുക്കുകയാണ്. ബാക്കിയുള്ള അനുഭവ കഥകള് രാജീവ് ചന്ദ്രന്റെ ശബ്ദത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് സഹോദരന്മാര്, മാതാപിതാക്കള്, സംസാരിക്കാൻ ശേഷിയില്ലാത്തവര്, നാവുണ്ടെങ്കിലും അവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ അറിയാത്ത സമൂഹത്തിലെ ധാരാളം ആൾക്കാര് ഇന്നും കെടും കാര്യസ്ഥതയുടെ ഭരണകൂട വൈകൃതങ്ങളുടെ ഒക്കെ ഇരകളായി ഭവിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരന്മാര്, മാതാപിതാക്കളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിനുപരി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പാഷനായിട്ട് നടക്കുകയാണ് ഭൂമി കൈയേറ്റം. അല്ലെങ്കിൽ ആർക്ക് കഴിവില്ല അവരുടെ വസ്തുവകകള് അനർഹരായിട്ടുള്ളവരുടെ പേരുകളിലേക്ക് പോലും മാറിപ്പോകുന്ന ഭീകരമായ ഒരു അവസ്ഥ ആണ് ഇന്ന് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഇത് പറയാനാവും? ആരും തന്നെ ഇതിനെ പറയാനറിയാതെ, ആരോട് ചെന്ന് പറയണമെന്നറിയാതെ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമൂഹിക തിന്മകൾ ഉണ്ടാകുമ്പോൾ എവിടെ ചെന്ന് നമുക്ക് പറയണമെന്നറിയാതെ ധാരാളം പേര് തന്റെ വീടിന്റെ കോണുകളിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവരുടെ വിധിയെന്ന് കരുതി വിധിയെ ശപിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് ജന്മങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 26 വർഷമായിട്ട് സാമൂഹിക പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, ഇപ്പോൾ നവജ്യോതി സ്ത്രീശക്തി എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കഴിഞ്ഞ 2009 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങള് പങ്കിടാനായിട്ട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹത്തിന്റെ ആ തിന്മകളെ കുറിച്ച് വളരെയേറെ അഗാധമായിട്ട് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിന്റെ ഈ ദുരാചാരങ്ങളെ, സമൂഹത്തിൽ അനുഭവിക്കുന്ന ദുഷ്പ്രവണതകളെ, ആ ദുഷ്പ്രവണതകളെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കടന്നാക്രമിക്കപ്പെടുകയാണ്. ഇന്നിവിടെ വരെ യാത്രയായി വീട്ടിൽ എത്തിച്ചേരുമോ എന്ന് പോലും നമുക്ക് ഭയമാണ്. കാരണം ഒരു സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ ദുരന്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ 2014 ഞാൻ പെടുത്തിയപ്പോൾ അതിന് വേണ്ടുന്ന ഉതകുന്ന എല്ലാ
തെളിവുകൾ സഹിതം ഞാനൊരു പരാതി കൊടുത്തപ്പോൾ, പരാതി മാത്രമാണ് കൊടുത്തത് കേട്ടോ, ഞാൻ അതിനകത്ത് കണ്ണിയല്ല, സമൂഹത്തെ ബാധിക്കുന്ന ഒരു വലിയ ദുരന്തം ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ എന്നെ കാത്തിരുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട് കോടതിയിൽ ഞാൻ ഒരു പ്രതിയായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്നും എന്റെ കേസ് കോടതിയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നാൽ അവിടെ കാണാം, രാജിചന്ദ്രൻ എന്ന് പറയുന്ന ഞാന് കോടതിയിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കും എന്തിനാണ് കോടതിയിൽ നിൽക്കുന്നതെന്ന്. സംഭവം അറിഞ്ഞാൽ ഇതേ ഉള്ളൂ. കാരണം ഞാനൊരു പരാതി കൊടുത്തുപോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് ഒരു സംഭവം. ഞാൻ ആ സംഭവം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം അത് കോടതിയുടെ പരിഗണനയിലായതിനാൽ. സമൂഹത്തെ കാർന്നുതിരുന്ന ഒരു വലിയ പ്രശ്നം അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാധാരണക്കാരായ പോലീസുകാർക്ക് അത് അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അഥവാ കണ്ടെത്തിയാൽ തന്നെ അവർക്ക് മുമ്പോട്ട് പോകുന്നതിന് പ്രതിസന്ധികളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. ആയതിനാൽ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ അത് ഏൽപ്പിച്ച് അത് കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്താൽ സമൂഹത്തിന് വലിയൊരു വിപത്തിൽ നിന്നും രക്ഷിക്കാനാകും എന്നുള്ള ഒരു പരാതിയാണ് കൊടുത്തത്. പക്ഷേ അത് അന്വേഷണത്തിന്റെ ഒടുവിൽ എനിക്ക് കിട്ടിയത് KP ആക്ട് 117D പോലീസിനെ വഴിതെറ്റിക്കുവാൻ ഒരു പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു കേസാണ് എനിക്ക് മേൽ വന്നത്. ഇനി അതിലുപരി എനിക്കതിനകത്ത് പറയാനുള്ളത്, കഴിഞ്ഞ 8 വർഷമായിട്ട് കോടതിയിൽ ആ കേസ് നടക്കുകയാണ്. കോടതിയിൽ ആ കേസ് കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ 2016 മുതൽ ഇന്ന് കോടതിയിലെ കേസ് വിളിക്കുന്ന ആ നിമിഷം വരെയും നോൺ ബൈലബിൾ വാറണ്ട് വരെ കോടതി പുറപ്പെടുവിച്ചിട്ടും ഹാജരാവാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു സംഘം അവിടെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. കോടതിക്കുള്ളിൽ പോലും, കോടതിയിൽ ചെന്നപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചു, കാരണം കോടതിയിൽ എനിക്ക് അവിടെ ഒരു സമയം കിട്ടും, കോടതിയിൽ എനിക്ക് എന്റെ സാഹചര്യത്തെ വെളിപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു വലിയ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ഞാൻ കോടതിയിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് കോടതിയിൽ ഞാൻ അതിനെ ചലഞ്ച് ചെയ്യുകയാണ്. പക്ഷേ പരാതി കൊണ്ടുവന്നയാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് കോടതിയിൽ ഹാജരാകുന്നില്ല. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ മധു സാറ് ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ്. ഈ സംഘടനയ്ക്കകത്തുള്ള ഒരുപാട് 60% ആൾക്കാരും അഡ്വക്കേറ്റ്സ്മാരാണ്. ഇവൻ ഞാനും നിയമ പഠനം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ഇന്ന് സന്നദ്ധ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കേസിൽപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. നിയമ പഠനം പൂർത്തീകരിച്ചു, പക്ഷേ കോടതിയുടെ പ്രൊസീജിയറെ മറികടന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് കാലത്ത് കോടതിയിൽ ഒരു കേസ് എഴുതുന്നു എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്നവർ ഭയങ്കര ഭയമായിരുന്നു. കാരണം അവൻ എപ്പോഴും അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കോംപ്രമൈസിനെങ്കിലും അവൻ ശ്രമിക്കുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന് കോടതിയിലേക്ക് ഒരു കേസ് പോകുന്നു എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവൻ സംരക്ഷിക്കപ്പെടുന്നു, വർഷങ്ങളോളം സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്. അത് നമ്മുടെ സന്തതി പരമ്പരകൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സന്തതി സദാചാരങ്ങൾക്ക് അതൊരു വലിയ ഭീഷണിയായി മാറും. നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും അതിന്റെ ദുരാവസ്ഥ അതികഠിനമായിട്ട് ഈ ഭൂമിയെ കാർന്നു തിന്നും. ഒരാൾ കുറ്റം ചെയ്താൽ അവൻ കോടതിയിൽ അത് എത്തിച്ചേർന്നാൽ അവൻ വളരെ ഹാപ്പിയാണ്. നിരപരാധി എന്നും ദുഃഖിതരായിട്ട് ഒരുപക്ഷെ അവന്റെ സമനില പോലും തെറ്റിയിട്ട് വീടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. ബഹുമാനനായ നമ്മുടെ സദാശിവ സാറ് എന്നെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാനൊരു പ്രസംഗമല്ല നടത്തുന്നത്, ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരാവസ്ഥകളെ എനിക്ക് എവിടെ വിളിച്ചു പറയാൻ കിട്ടുന്നുവോ അവിടെ എല്ലാം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് എന്നെ പ്രാപ്തയാക്കിയത്, എനിക്കെതിരെ ഞാനൊരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരാവസ്ഥയെ വെളിപ്പെടുത്തി ഒരു അപേക്ഷ കൊടുത്തതിന്റെ പേരിൽ എനിക്ക് നേരെ ഉണ്ടായ 48 കേസുകളാണ്. ആ 48 കേസുകളും കോടതിയിലേക്ക് വന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയിരുന്നു. കോടതിയിൽ ഞാൻ തന്നെ കോടതി കേസിൽ ബാധിക്കുന്നത് കൊണ്ട് എനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബത്തെ തകർക്കാം, സാമ്പത്തികമായി തകർക്കാമെന്നുള്ള ആ അജണ്ട അവിടെ പൊളിക്കപ്പെട്ടു. പക്ഷേ എന്റെ സമയം നഷ്ടപ്പെട്ടു, എന്റെ സേവനങ്ങൾ നഷ്ടപ്പെട്ടു, എന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു. 24 മണിക്കൂറിൽ 12 മണിക്കൂർ മാത്രം മാറ്റിവെച്ചുകൊണ്ടുള്ള ബാക്കി സമയം മുഴുവൻ കോടതിയിൽ തടയ്ക്കപ്പെട്ടു. എന്തിനാണ്? സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരാവസ്ഥയെ അന്വേഷിക്കണമെന്ന് ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ KP ആക്ട് 117D ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, KP ആക്ട് 117D പോലീസുകാരുടെ കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ആ സമൂഹത്തിൽ ഓരോ ആൾക്കാർക്ക് വേണ്ടി പ്രയോഗിക്കാനുള്ളതല്ല. ഇതെല്ലാം നമ്മൾ കോടതിയിൽ പറയേണ്ടതെല്ലാം പറഞ്ഞു. പക്ഷേ പരാതിക്കാരൻ കോടതിയിൽ വരാതെ അതിനകത്ത് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇന്ന് കോടതി എടുത്തിരിക്കുന്ന തീരുമാനം അത് തന്നെയാണ്. പരാതിക്കാരൻ കോടതിയിൽ വരണം. ഈ പരാതിക്കാരനെ കോടതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനിയാണ് ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുവോ ആ പ്രൊട്ടക്ഷൻ അവിടെ ഇല്ലാതാക്കണം. അത് ഇല്ലാതായെങ്കിൽ മാത്രമേ ഇതിന് നീതി നമുക്ക് കിട്ടുകയുള്ളൂ.
മറ്റൊന്ന്, ഈ കേസ് എനിക്കെതിരെ കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥൻ, എനിക്കിവിടെയുള്ള എല്ലാ സാമൂഹിക രംഗത്ത് നിൽക്കുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് തുടങ്ങട്ടെ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നല്ല പെരുമാറ്റം അല്ലെങ്കിൽ നല്ല ഒരു നീതിപൂർവമായ സമീപനം മാത്രമാണ് നമുക്ക് സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധ്യമായിട്ടുള്ളത്. അതിന്റെ വെളിച്ചത്തിൽ സ്ത്രീ ശക്തി പുരസ്കാരം 2017 സ്ത്രീ ശക്തി പുരസ്കാരം നേടിയെത്തിയ ഒരാളാണ് ഞാൻ. ആ പുരസ്കാരം വാങ്ങിച്ചെടുത്ത വ്യക്തിയാണ് ഞാൻ. കാരുണ്യ മികവിലെ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ധാരാളം മാനവിക സേവാ സംഘടനകൾ നമുക്ക് അവാർഡുകൾ തന്ന് പരിപോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവസരത്തിലൊക്കെ നമുക്ക് സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കാനും അതിനെ ആ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തെടുക്കാനും സാധിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നല്ല നടപടികളിൽ ഏതെങ്കിലും ഒരു ക്രിമിനാലിസം ഉള്ള, ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ എല്ലാവർക്കും അത് ബാധകമാകുന്ന രീതിയിലാണ് അതൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് എന്റെ അനുഭവം. ഇങ്ങനെ ഒരു കേസ് കൊണ്ടുവന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ 48 കേസ് എനിക്കെതിരെ ഉണ്ടാക്കിയപ്പോൾ കോടതിയിൽ ആ 48 കേസും നിഷ്പ്രഭമായി പോയി. എനിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു. 48 കേസും പോയി. സാറ് പറഞ്ഞു 48 കേസിനെ നേരിടുകയാണെന്നില്ല. 48 കേസും പോയി. ആ 48 കേസും കോടതിയിൽ എനിക്ക് തെളിയിക്കാൻ പറ്റി. പക്ഷേ ഞാൻ മാവോയിസ്റ്റാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടുപോയി. എന്നെ മാവോയിസ്റ്റാന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തി. ഇതെല്ലാം കോടതി ഇടപെട്ടു. എന്നെ അവിടെ എല്ലാം രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയുടെ പുത്രി കൂടിയാണ് ഞാൻ. ആ അച്ഛന്റെ മകളായതുകൊണ്ട് രാജ്യത്തിന് ദോഷം വരുന്ന ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മളത് അധികാരികളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്ത ഇപ്പോഴത്തെ എന്റെ തെറ്റ്. അതിലാണ് പ്രതിയാക്കപ്പെട്ടത്. ഈ 48 കേസ് തീർന്നു കഴിഞ്ഞപ്പോ അടുത്ത കേസ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി. എന്റെ ഭർത്താവിന്റെ ഒരു കസിൻ സിസ്റ്ററെ പുറത്തിറക്കിയിട്ട് 30 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഭർത്താവിന്റെ അച്ഛന്റെ വിൽപത്രം തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു കേസ് കോടതിയിൽ കൊണ്ടുവന്നു. 2018 ആ കേസ് കൊണ്ടുവരുന്നത്. സിവിൽ കോടതിയിൽ ആ കേസ് നടന്നു വരവേ കേസിൽ ഞാൻ തന്നെയാണ് കോടതിയിൽ ഹാജരായത്. കോടതിയെ ഞാൻ അത് ധരിപ്പിച്ചു. ആ കോടതി അത് 2020 ഫെബ്രുവരി മാസം 28-ാം തീയതി ആ സ്ത്രീക്ക് ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ അവകാശമില്ല. ആ സ്ത്രീ നിരന്തരമായിട്ട് കോടതിയിൽ ഹാജരാകുന്നേ ഇല്ല. അപ്പോൾ ആ പരാതി കൊണ്ടുവന്നിരിക്കുന്നത് മറ്റാരോ ആണ്. ആ ജഡ്ജ്മെന്റിൽ കറക്റ്റ് ആയിട്ട് എഴുതിക്കൊണ്ട് ആ കോടതി ആ കേസിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. 2020 ആ കേസ് തള്ളിക്കളഞ്ഞപ്പോ 2019 തന്നെ ഈ 117D KP ആക്ട് വെച്ച് എനിക്കെതിരെ കേസെടുത്ത പോലീസുകാരൻ 2019 തന്നെ ഈ കേസ് കോടതി തള്ളിയ കേസില് ഒരു പരാതി എഴുതി വാങ്ങിച്ച് അദ്ദേഹം കയ്യിൽ വെക്കുകയും അത് ക്രിമിനൽ കേസായിട്ട് ആരും അറിയാതെ രഹസ്യമായി വെക്കുകയും ചെയ്തു. 2020 എന്റെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഇദ്ദേഹം എന്റെ വീട്ടിൽ എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. എന്താണ് കാര്യം? 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാന് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് ഒരു വിൽപത്രം ഉണ്ടാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. പോലീസിന്റെ FIR ആണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന ഒരു വിൽപത്രം ഉണ്ടാക്കി. ആരുടെ? എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ വിൽപത്രം ഉണ്ടാക്കി. 2018 ഞാൻ അത് വെച്ചിട്ട് 2018 എന്റെ പേരിലാക്കി എടുത്തു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ അത് ക്രിമിനൽ കുറ്റമായിട്ട് FIR വന്നു. അത് രജിസ്റ്റർ ചെയ്തു. ഞാൻ അറിയുന്നില്ല. ഞാൻ ആ FIR വന്നപ്പോൾ നേരെ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയി. ഈ FIR നിലനിൽക്കുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് ഹൈക്കോടതിയിലെ ബഹുമാന്യനായ ജഡ്ജ് അത് പരിശോധിച്ചിട്ട് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് അതിന് സ്റ്റേ ഇട്ടിട്ട് പറഞ്ഞു, പോലീസിന് എന്താണ് റിപ്പോർട്ട് കൊടുക്കാനുള്ളത് അത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റേ 2020 മുതൽ ആ സ്റ്റേ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. 27 മാസം ആ സ്റ്റേ കണ്ടിന്യൂ ചെയ്ത് 27 മാസവും പോലീസ് റിപ്പോർട്ടൊന്നും കോടതി കൊടുത്തില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കാതെ വന്നാൽ ആ കേസ് തള്ളിപ്പോകുമല്ലോ. കാരണം കോടതി തള്ളിയ ഒരു കേസാണ്. പിന്നീട് ഞാൻ നോക്കിയപ്പോ കോടതിയിൽ ഈ തള്ളിക്കളഞ്ഞ കോടതിയിൽ തന്നെ ഈ കേസ് റെസ്റ്റോർ ആയിട്ട് കൊണ്ടുവന്നു. സിവിൽ കേസില് അതേ സബ്ജക്ട് ക്രിമിനൽ കേസായിട്ട് കൊണ്ടുവരാൻ പാടില്ല. സുപ്രീം കോടതി വിധിയുണ്ട്. അത് ഫോറൻ ഷോപ്പിംഗ് ആണ്. ഫോറൻ ഷോപ്പിംഗ് കനോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ ദ കോർട്ട്. പക്ഷേ ഇതേ നിയമത്തിന് സുപ്രീം കോടതിക്കും ബദലായിട്ട് സുപ്രീം കോടതിയുടെ വിധിയെ പോലും തകർത്തുകൊണ്ട് ഈ സിവിലായിട്ട് നടന്ന സെയിം മാറ്റർ ക്രിമിനലായിട്ട് കൊണ്ടുവന്നു. കോടതിയിൽ കൊണ്ടുവന്നു, മറ്റൊരു കോടതിയിൽ കൊണ്ടുവന്നു. സിവിലായിട്ട് നടക്കുന്നു, ക്രിമിനലായിട്ട് കേസ് നടക്കുന്നു. എന്താണ് കാര്യം? 30 വർഷത്തിന് മുമ്പ് ഒരു വിൽപത്രം ഉണ്ടാക്കി. ഇതിനെ സംബന്ധിച്ച് എന്റെ ഭർത്താവിനെ ഒന്ന് ചോദിച്ചിട്ട് വിടാമെന്ന് പറഞ്ഞ് ഈ പോലീസുകാരെ തന്നെ
എന്റെ ഭർത്താവിനെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. എനിക്ക് തോന്നി സിവിൽ കേസ് തള്ളിക്കളഞ്ഞല്ലേ, കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്നല്ലേ, പിന്നെ എങ്ങനെയാണെങ്കിൽ ക്രിമിനൽ കേസ് ആയിട്ട് എടുക്കാൻ പറ്റുക? അപ്പൊ എന്തായാലും ചെന്ന് പറഞ്ഞിട്ട് വരും. കാരണം പോലീസുകാർക്കൊക്കെ അറിയാം, അവർ നീതിക്ക് അനുസൃതമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് മേളിൽ നിന്നുള്ള വിളി വന്നിട്ടാണ് എന്ന് പറഞ്ഞ് അവരുടെ നിരപരാധിത്വം നമ്മളോട് പറയുമ്പോൾ ആരെയാണ് നമ്മളിവിടെ പഴിക്കേണ്ടത്? പോലീസുകാരെയോ? അവർക്ക് സ്വാതന്ത്ര്യമില്ല. പോലീസുകാർക്ക് സ്വന്തമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അവർക്ക് ആരോ വിളിച്ചു പറയുന്ന കാര്യമാണ് അവർ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ഭർത്താവിനെ 26/9/2023 എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ആ ദിവസം എന്റെ ജീവിതത്തിൽ സമ്മാനിച്ചതാണ്. ഈ ഓരോ തെരുവോരങ്ങളിലും ചെന്നിട്ട് പറയണമെന്ന് തീരുമാനമെടുത്തിറങ്ങിയത് അതിനുശേഷമാണ്. വീടിന് ഒതുങ്ങിക്കൂടി കഴിയാൻ ഒരു അധ്യാപിക എന്ന നിലയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷേ 26/9/2023 രാവിലെ എന്റെ ഭർത്താവിനെ പോലീസ് വിളിക്കുന്നു. അവിടെ ചെന്ന് 5:30 എന്റെ ഭർത്താവിനെ കാണുന്നില്ല. നമ്മളവിടെ ചെല്ലുന്നു. അപ്പോഴാണ് പറയുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഭയപ്പെട്ടില്ല. കാരണം നമ്മൾ കൊലപാതക കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഇന്ന് എനിക്ക് ഈ സമൂഹത്തോട് ചോദിക്കാനുള്ളത്, നിങ്ങളാരും എല്ലാവരും പറയും കുറ്റം ചെയ്തിട്ടില്ല എന്തിനാ പേടിക്കുന്നത്? കുറ്റം ചെയ്തിട്ടില്ലെങ്കിലാണ് പേടിക്കേണ്ടത്. ഞാൻ എന്റെ അനുഭവത്തിൽ പറയുകയാണ്, ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയിട്ടെങ്കിൽ വരുമെന്ന് ഓർത്തിരുന്നു. പക്ഷേ 5:30 വരെ എന്റെ ഭർത്താവിനെ അവിടെ പിടിച്ചെടുത്തുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും കോടതിയിൽ അവിടെ ചെന്നപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാതെ ഞാൻ നേരെ കേടിച്ചത് മജിസ്ട്രേറ്റിന്റെ മുറിയിൽ വരെ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ നമ്മുടെ ആ സമ്മർദ്ദങ്ങൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമ്മൾ കേൾച്ചെന്ന് പറഞ്ഞു സിവിൽ കേസ് ഇവിടെ കോടതി തള്ളിയതാണ്. പക്ഷേ ക്രിമിനൽ കേസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സെയിം മാറ്ററാണ്. സിവിൽ കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ അതേ വിഷയത്തിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഒരു ക്രിമിനൽ കേസ് നമുക്ക് ഫയൽ ചെയ്യാം. അതല്ലാതെ സെയിം വിഷയം നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇത് സെയിം വിഷയമാണ്, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് നിങ്ങൾ കോടതി തെളിയിക്കൂ എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. എനിക്ക് ബോധം പോയി. എന്റെ മകള് ബോധം കെട്ടു വീണു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ നോർമലായിട്ട് തിരിച്ചു വരുന്നു. ഇവിടെയെല്ലാം ഞങ്ങള് കീഴ്ക്കോടതി ചെല്ലുന്നു. കീഴ്ക്കോടതിയിൽ ചെന്നപ്പോ അവിടുന്ന് ബെയിലില്ല, ജാമ്യമില്ല. ഞാൻ അന്തം വിട്ടുപോയി. കീഴ്ക്കോടതിയിൽ ജാമ്യമില്ലെന്നോ? എന്താണ് കാര്യം? അദ്ദേഹത്തിന്റെ ഭാര്യയായ എന്നെ അറസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിൽപത്രം ഉണ്ടാക്കിയായിരുന്നു. അതാണ് ഇവിടുത്തെ കേസ്. എന്നെ അറസ്റ്റ് ചെയ്യണം. എന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷമേ ഇദ്ദേഹത്തിന് വിടാൻ പറ്റുകയുള്ളൂ. ഈ പോലീസിന്റെ മുന്നിൽ ഞാൻ 24 മണിക്കൂർ എന്റെ ഭർത്താവിനെ അവിടെ കൊണ്ടുവരുമ്പോ തൊട്ട് ഞാൻ അവിടെ നിന്നതാണ്. മജിസ്ട്രേറ്റിനോട് കയറി ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ്. അവിടെ നിന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമുക്ക് സംരക്ഷണം തരേണ്ട ഒരു മന്ത്രി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ചെറുതിനെ തൊട്ട് പാർട്ടി പ്രവർത്തനത്തിൽ നിന്നൊരാളാണ്. ഞാൻ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച ആളാണ്. എന്റെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്റെ പ്രദേശത്ത് എല്ലാവർക്കും എന്നെ അറിയാം. അപ്പൊ എന്റെ ഭർത്താവിനെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം വളരെ നിസ്സംഗതനായിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അമ്പലന്ന് പോയി എന്താണ്, ഏത് സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്? പോലീസ് സ്റ്റേഷൻ പോലും ഇതേവരെ കണ്ടിട്ടില്ലാത്ത എന്റെ ഭർത്താവ് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി. അന്ന് രാത്രി തന്നെ, ഇന്ന് കോടതി നിൽക്കുന്ന കേസാണ്, അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. പക്ഷെ ഇത് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയണം. രാത്രി തന്നെ ഞാൻ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ വിളിച്ചു. രാത്രി വിളിച്ചു. ഒരുപാട് റിവ്യൂ ചെയ്തു. എന്റെ ഫോണിൽ അതിന്റെ റെക്കോർഡ്സ് ഉണ്ട്. രാത്രി 1 മണിയായപ്പോ അതിനു മുമ്പ് മുഖ്യമന്ത്രി അതിനകത്ത് PA ഏൽപ്പിച്ചു. അദ്ദേഹം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ എന്റെ ഭർത്താവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞ് അവർ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു, രാജി വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അതൊരു എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്, നിങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്തോളൂ, ജാമ്യം കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ഭർത്താവിന് ആ രാത്രിയിൽ പോകുമ്പോഴും ഞാൻ അവിടുന്ന് മാറുന്നില്ല. പക്ഷെ പോലീസ് പറയുന്നത് എന്താ, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്റെ ഭർത്താവിന് ജാമ്യം കൊടുക്കാവുള്ളൂ. കോടതി പറഞ്ഞിരിക്കുക. കോടതി എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഭൂരിപക്ഷം ജഡ്ജ്മെന്റുകൾ വാങ്ങിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഞാൻ. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്തു നിന്നും ഞാൻ തിരിച്ചു പോരുന്നതും വളരെ സമയം കഴിഞ്ഞു. ആ സമയം വരെയും എന്നെ അറിയാം. എന്നിട്ട് പറയുകയാണ് അവരെ കിട്ടിയിട്ട് ഇദ്ദേഹത്തിന് വിടാൻ പറ്റുള്ളൂ. പക്ഷെ ആ രാത്രിയില്
ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനമൊക്കെ കോട്ടയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും വിളിച്ചു. ഞാൻ പബ്ലിക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു വിളിയുണ്ടായി. ആ വിളിയിലുണ്ടായതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു പോറല് പോലും ഏറ്റില്ല. രാത്രി തന്നെ പോലീസുകാർ ചെന്നിട്ട് പറയുകയാണ്, നാളെ നിങ്ങൾക്ക് ജാമ്യം കിട്ടും, അതുവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതാണെന്ന്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായപ്പോൾ എനിക്കുണ്ടായ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ശ്രദ്ധയിലേക്ക് പെടണം. നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പെടുത്തിയപ്പോ കോടതി നിങ്ങൾ ഒരു ക്ഷമ എഴുതി കൊടുത്തപ്പോ എന്റെ മകളുടെ വിവാഹം അവിടെ മുടങ്ങി. ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിന് കോട്ടം വന്നു. നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ പോലീസുകാർക്കുണ്ടായ വീഴ്ചയാണെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? അതോ അങ്ങയുടെ ഈ ഭരണത്തിന് കീഴിൽ അധികാരമോഹികൾ ചമച്ചെടുത്ത കഥകളാണോ, കഥകളിന്റെ ബലിയാടാക്കപ്പെട്ടവരാണോ ഞങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടിയിരുന്നത്. ഇനി അതിലുപരി ഈ കേസ് ഉണ്ടായപ്പോ KSF-ൽ ഞാൻ പണയപ്പെടുത്തി 10 ലക്ഷം രൂപ, എന്റെ പേര് കിടക്കുന്ന വസ്തു കൊണ്ട് പണയപ്പെടുത്തി ഞാൻ 10 ലക്ഷം രൂപ എടുക്കുന്നു. ഈ 10 ലക്ഷം രൂപ 2021 ഫെബ്രുവരി മാസം 12-ാം തീയതി ആയപ്പോ ഞാൻ അടച്ചു തീർത്തു. എന്റെ ആധാരം ചോദിക്കുന്നു. ആ KSF-ലെ മാനേജരും യാതൊരു ഉളുപ്പമില്ലാതെ പറയുകയാണ്, നിങ്ങളുടെ ആധാരത്തിന്മേൽ ആർക്കോ പരാതി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേരിൽ ഞാൻ നിങ്ങളുടെ ആധാരമെല്ലാം പോലീസുകാർക്ക് കൊടുത്തു വിട്ടു എന്ന് പറയുന്നു. 2021 ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് ഞാനിത് അറിയുന്നത്. അന്നു മുതൽ ഞാൻ എന്റെ ആധാരം എടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കോടതിയിൽ പോയി, കോടതിയിൽ ചെന്നപ്പോ അവിടെ നമ്മൾ കുറ്റം ചെയ്തതായിട്ട് ഒന്നും ഒരു രേഖയും അവിടെ പോലീസുകാർ കൊടുത്തിട്ടില്ല. പക്ഷെ പോലീസിന് അറിയാം നമ്മുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അവിടെ നമ്മൾ കുറ്റം ചെയ്തു എഴുതി കൊടുക്കാൻ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷെ അവരെ സമ്മർദ്ദത്തിലായിപ്പോയി, അവരെ സമ്മർദ്ദത്തിലാക്കി. അപ്പൊ അന്നു മുതൽ ഞാൻ കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് ഇന്ന് വരെയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് KSF-ൽ പണയപ്പെടുത്തിയ എന്റെ ആധാരം പോലീസ് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. സാമൂഹിക പ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോ നമ്മള് പ്രതികരിച്ചു പോയാൽ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവുകയില്ല എന്ന് എന്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. KSF-ൽ പണയപ്പെടുത്തിയ ആധാരം ഞാൻ എടുത്ത കാശ് മുഴുവൻ അടച്ചു തീർത്തിട്ടും ഇന്ന് 4.5 വർഷം കഴിഞ്ഞ് 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ ആധാരമൊന്നും ഇന്ന് വരെയും എനിക്ക് തിരിച്ചു തരാത്ത ഒരു അവസ്ഥയിലിരിക്കുമ്പോ എന്റെ കുട്ടിയുടെ വിവാഹം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ മാറി. അവിടെ ഞാൻ മാനസികമായിട്ട് വളരെയേറെ തകർന്നു. ആ തകർച്ചയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാന്യനായ മധു സാറൊക്കെ, നമ്മുടെ ബഹുമാന്യനായ സദാശിവൻ സാറൊക്കെ ഇത് അറിഞ്ഞു കേട്ട് അവിടെ വരുന്നത്. സത്യം പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി ഇത്രയധികം പ്രതികരിക്കുന്ന ഒരാളെന്ന നിലയിൽ സാറ് പറഞ്ഞു, അവിടുത്തെ രാജാവായിട്ട് നിന്നിട്ട് ആൾക്കെതിരെയാണ് ഞാൻ പോയി. ഞാൻ രാജാവിനെതിരെ ഒന്നും അല്ല പോയത്. ഒരു രാജാവിനെതിരെ ഒരാള് ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് പോയാൽ ആ പ്രജ എവിടെ ചെന്നാലും അവന് ദോഷമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞതാണ് എന്റെ തെറ്റ്. അതായത് രാജാവ് ചെയ്തത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞു പോയതാണ് എന്റെ തെറ്റ്. അതിന്റെ പേരിൽ ഞാൻ 13 വർഷം കോടതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. കോടതിയിൽ എനിക്ക് നീതി ലഭിച്ചു. പക്ഷെ 13 വർഷമാണ് എന്റെ പോയത്. എന്റെ സാമ്പത്തികമാണ് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പൊ ഇവിടെ എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മൾ ആര് പ്രതികരിച്ചാലും ആ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ഇന്ന് സമൂഹത്തിലെ ഓരോരോ വ്യക്തികളും എന്ത് കേട്ടാലും സംസാരിക്കാതെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ വരുമ്പോ ഈ പ്രകൃതി തന്നെ ഇന്ന് കത്തിച്ചൊലിക്കുകയാണ്, ക്ഷോഭിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാപൂർവികന്മാരുടെ അവരുടെ ത്യാഗങ്ങള്, അവരുടെ ജീവന്, അവരുടെ ജീവനും സ്വത്തും എല്ലാം അവർ ത്യാഗം ചെയ്തുകൊണ്ടാണ്, അവരുടെ സുഖഭോഗങ്ങളെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ ഇന്ന് കാർന്നു തിന്നാൻ സമൂഹത്തിലെ ഏകാധിപതികൾ ശ്രമിക്കുമ്പോ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. ഞാൻ സാറിവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ നിർത്തുകയാണ്. ഡിജിറ്റൽ യുഗത്തില് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് സിനിമ കാണാം, നമുക്ക് അവിടെ ആഹ്ലാദിക്കാം, നമുക്ക് എന്തെല്ലാം ഒരു മുറി പുറത്തോട്ട് ഇറങ്ങേണ്ട, അമുറിക്കകത്ത് നമുക്ക് AC ഇട്ടിരിക്കാം, നമുക്ക് ചൂട് വെള്ളത്തിൽ ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കാനായിട്ട് ഒരു 75% ആൾക്കാരും ആ സുഖ സൗകര്യത്തിലേക്ക് പോകുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ ഒരു 25% സാമൂഹിക പ്രതിബദ്ധതയുള്ളവര് സമൂഹത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവര് ഓരോ മുക്കിലും കൂടലും നിന്നുകൊണ്ട് സമൂഹത്തിലെ അഴിമതികൾ ഇതുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ അവരുടെ ജീവൻ ത്യാഗം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ ഈ സമൂഹം
നശിച്ചു പോകുകയും നമ്മുടെ സന്തതി പരമ്പരകൾക്കൊക്കെ അത് അനുഭവിക്കേണ്ട ഗതികളിലേക്ക് വരികയും സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവികരുടെ ശാപങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിർത്തിക്കൊള്ളട്ടെ. ഞാൻ തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി ആ പരാതി ഒന്ന് അന്വേഷിക്കണം, കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തൊന്ന് അന്വേഷിക്കണമെന്ന് മാത്രമാണ് എന്റെ പരാതി. ആ പരാതിയിൽ ഞാൻ പ്രതിയായിട്ട് 8 വർഷമായി കോടതി നിൽക്കുകയാണ്. കോടതി എനിക്ക് നീതി കിട്ടും, കോടതിയിൽ നിന്ന് നീതി കിട്ടും, ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നു. പക്ഷേ അവിടെ കാലതാമസങ്ങൾ അത് ഓരോരുത്തരുടെയും മുമ്പോട്ട് പോകാനുള്ള അല്ലെങ്കിൽ മുമ്പോട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അവരുടെ ആർജവത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഈ വേദിയിൽ ഞാൻ കടന്നു വന്നത് എന്റെ അനുഭവമാണ്. എന്റെ അനുഭവം പോലെ തന്നെ എന്നേക്കാൾ നീറുന്ന അനുഭവങ്ങളുള്ളവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഒരു വാക്കുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഞാൻ സ്ത്രീശക്തിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇന്ന് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുരുഷന്മാരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസുകൾ കോടതിയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. യാതൊരു കഥകളും ഇല്ലാത്ത കേസുകൾ. പക്ഷേ ഒരു തൊഴിലുമില്ല, അവര് വീട്ടിൽ സംരക്ഷിക്കപ്പെടാത്ത ഒരു അവസ്ഥ, സ്ത്രീകൾക്ക് സ്വയം നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെ വരുമ്പോൾ അവരെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഈ പീഡന കേസുകളിൽ പെടുത്തി നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ അച്ഛന്റെ പ്രായമുള്ളവരെയും ഒക്കെ പ്രതികളാക്കി നിർത്തി സമൂഹം ദുഷിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ചെറുത്തുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സാഹചര്യം കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിൽക്കുന്ന കേസായതിനാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഇത്രയും എങ്കിലും എനിക്ക് പറഞ്ഞതിന്റെ മനസ്സിന്റെ ഒരു വലിയ വിങ്ങൽ മാറിയിട്ടുണ്ട്. ഏതായാലും ഈ നമ്മുടെ ഈ ഭരണഘടനാ സാക്ഷരതാ സേന അവരും ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും എന്റെ പ്രവർത്തകരുടെയും സഹായവും എല്ലാവിധമായിട്ടുള്ള ഞങ്ങളെ കഴിയുന്ന എല്ലാ സഹായവും ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുമെന്ന് അവരോട് പ്രവർത്തിക്കുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. തന്നെയല്ല, എന്നെയും എന്റെ കുടുംബത്തിന്റെയും ജീവനും ആ സ്വത്തിനുള്ള സംരക്ഷണവും ഉറപ്പു തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മധുസാറിനും പ്രത്യേകിച്ച് എനിക്കെടുത്ത് പറയേണ്ടത് മധുസാറാണ്. ആ വാക്കുകൾ, ആ സാന്നിധ്യം, ആ കോട്ടയത്ത് ഓടി വന്ന് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഞങ്ങളുടെ ഓഫീസുകളിൽ വന്ന് ഞങ്ങൾക്ക് തന്ന ആ കൈത്താന്ന് അത് മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ്. സദാശിവൻ സാറിന്റെ എപ്പോഴുമുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ നീതി നിഷേധത്തെ കുറിച്ച് അവർ കൺസേൺഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം അവർ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ചതിൽ വെച്ചുണ്ടായ ഒരു സമാധാനവും ഒക്കെയാണ് ഇത് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വാക്കുകൂടി പറയുകയാണ്. നീതിയും നിയമവും ഒക്കെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് വന്നിട്ടോ ഒന്നും കാര്യമില്ല. അതിലുപരി നമ്മൾ 5 പേരെ ഉള്ളെങ്കിലും 5 പേര് ഒരേപോലെ നിൽക്കുന്ന 5 പേരുടെ കൂട്ടായ്മകൾ ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ എല്ലായിടങ്ങളിലും എല്ലാ മുക്കിലും മൂലകളിലും ആ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എല്ലായിടത്തും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യം തന്നെയാണ്. അതാണ് ആത്മഹത്യാ പ്രവണതകളിൽ നിന്നും ഒരുപാട് പേരെ സംരക്ഷിക്കുവാനായിട്ട് അതിന് മാത്രമേ കഴിയുകയുള്ളൂ. അതല്ലാതെ നീതി, ന്യായം, നിയമവും ഞാൻ നിയമം പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ടിറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എന്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും സമയം എനിക്കിവിടെ അനുവദിച്ചു തന്ന ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ നേതാക്കന്മാർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.